ഹായ് ഫ്രണ്ട്സ്, 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് പരിസര പഠനത്തിലെ 11ാമത്തെ യൂണിറ്റായ കെയർ ഫോർ ഫ്രണ്ട്സ് കൂട്ടുകാർക്കൊരു കരുതൽ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകൾ ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 4 EVS യൂണിറ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കുമല്ലോ. വാട്ട് വുഡ് യു ഡു ഇഫ് യു സോ ദിസ് ആക്സിഡൻറ്റ് ഗിവൺ ബിലോ? താഴെ കാണിച്ചിരിക്കുന്ന അപകടം നിങ്ങളാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വിൽ റൺ ആൻഡ് പിക്ക് അപ്പ് ദ ഫാളൻ ചൈൽഡ്. ഓടിയെത്തി വീണ് കിടക്കുന്ന കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. പിന്നെയോ വിൽ കംഫർട്ട് ദ ചൈൽഡ്. കുട്ടിയെ ആശ്വസിപ്പിക്കും. ഇഞ്ചുറീസ് വിൽ ബി ചെക്ക്ഡ്. പരിക്കുകളെല്ലാം പരിശോധിക്കും. ദ വൗണ്ട്സ് ആർ ബാൻഡേജ്ഡ് വിത്ത് മെഡിസിൻ ആഫ്റ്റർ വാഷിംഗ് ദം. മുറിവുകൾ കഴുകിയ ശേഷം മരുന്ന് വെച്ച് കെട്ടും. സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആക്സിഡൻറ്റ്സ് ഒക്വർ. അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ജമ്പിങ് ഔട്ട് ദ വിൻഡോ. ജനലിലൂടെ പുറത്തേക്ക് ചാടുന്നു. റണ്ണിങ് കെയർലെസ്ലി. അശ്രദ്ധമായി ഓടുന്നു. സ്റ്റെപ്പ് ആൻഡ് സ്ലിപ്പ് ഓൺ വാട്ടർ, ഓയിൽ ആൻഡ് ബനാന പീൽ ഓൺ ദ ഫ്ലോർ. തറയിലെ വെള്ളം, എണ്ണ, പഴത്തൊലി എന്നിവയിൽ ചവിട്ടി തെന്നി വീഴുന്നു. പിന്നെയോ certain objects are inserted into the nose and ears. മൂക്കിലും ചെവിയിലും ചില വസ്തുക്കൾ തിരുകുന്നു. Food gets stuck in the throat. ആഹാര സാധനങ്ങൾ തൊണ്ടയിൽ കുരുങ്ങുന്നു. Fall and get hurt. വീണ് മുറിവേൽക്കുക. Sting the wasp. കടന്നൽ കുത്തുക. Get burned. പൊള്ളലേൽക്കുക. Bite the dog. പട്ടി കടിക്കുക. പത്രത്തിൽ വന്നിരിക്കുന്ന ചില വാർത്തകൾ താഴെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. യങ്സ്റ്റേഴ്സ് സേവ്ഡ്, എ ഫാമിലി ബാക്ക് ടു ലൈഫ്. യുവാക്കൾ രക്ഷകരായി, അപകടത്തിൽപ്പെട്ട കുടുംബം ജീവിതത്തിലേക്ക്. ചൈൽഡ്സ് കറേജ് അവേർഡ്സ് ഡേഞ്ചർ. കുട്ടിയുടെ ധീരത അപകടത്തിൽ തുണയായി. ഇതേപോലെ നമ്മൾക്കും ആളുകളെ സഹായിക്കാൻ സാധിക്കുമല്ലോ. വാട്ട് ക്യാൻ വി ഡു ടു ഹെൽപ്പ് പീപ്പിൾ വെൻ ദേ മീറ്റ് വിത്ത് ആക്സിഡൻറ്റ്സ്? അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ക്യാൻ ടേക്ക് ദം ടു ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ എത്തിക്കാം. ക്യാൻ ഇൻഫോം എൽഡേഴ്സ്. മുതിർന്നവരെ അറിയിക്കാം. ക്യാൻ ഇൻഫോം കൺസേൺഡ് അതോറിറ്റീസ്. ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാം. ക്യാൻ ഇൻഫോം പോലീസ്. പോലീസിനെ അറിയിക്കാം. ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ അപ്രോപ്രിയേറ്റ്ലി. വേണ്ട രീതിയിൽ പ്രഥമ ശുശ്രൂഷ നൽകാം. ക്യാൻ കംഫർട്ട് ദ പേഴ്സൺ ഹൂ ഈസ് ഇൻ ആൻ ആക്സിഡന്റ്. അപകടത്തിൽപ്പെട്ട ആൾക്ക് ആശ്വാസം നൽകാം. ക്യാൻ കോൾ ആംബുലൻസ്. ആംബുലൻസ് വിളിക്കാം. സം കോമൺ ആക്സിഡന്റ്സ്. ചില സാധാരണ സംഭവിക്കുന്ന അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫയർ ബേൺസ്. തീപൊള്ളൽ. വൗണ്ട്സ്. മുറിവ്. ഫെയിന്റിംഗ്. ബോധക്ഷയം. സ്റ്റിംഗ് ദ വാസ്പ്. കടന്നൽ കുത്തുക. സ്ലിപ്പ് അവേ. തെന്നി വീഴുക. ഫുഡ് ചോക്കിംഗ്. ആഹാര സാധനങ്ങൾ തൊണ്ടയിൽ കുരുങ്ങുക. മോൾ ഇൻ ദ ഐ. കണ്ണിൽ പൊടി വീഴുക. ഗെറ്റ് ബിറ്റൺ ബൈ ക്രിയേച്ചേഴ്സ്. ജീവികളുടെ കടിയേൽക്കുക. സ്പ്രെയിൻ. ഉളുക്ക്. ബ്രൂസ്. ചതവ്. ഇലക്ട്രിക് ഷോക്ക്. വൈദ്യുത ആഘാതം. ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു നോസ് ആൻഡ് ഇയേഴ്സ്. മൂക്കിലും ചെവിയിലും വസ്തുക്കൾ തിരുകിക്കയറ്റുക. ഫസ്റ്റ് എയ്ഡ്. പ്രഥമ ശുശ്രൂഷ എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇറ്റ് ഈസ് ദ കെയർ ഗിവൺ ടു എ പേഴ്സൺ ഹു മീറ്റ്സ് വിത്ത് ആൻ ആക്സിഡന്റ് ബിഫോർ ഹി ഓർ ഷീ റിസീവ്സ് മെഡിക്കൽ അസിസ്റ്റന്റ്. അപകടത്തിൽപ്പെട്ട ആൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ചെയ്യുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്? പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇഞ്ചുറി. പരിക്കിന്റെ തീവ്രത കൂടാതിരിക്കാൻ. ദ വൗണ്ടഡ് മാൻ ഗെറ്റ് റിലീഫ്. പരിക്കേറ്റയാൾക്ക് ആശ്വാസം ലഭിക്കുന്നു. ഗെറ്റിംഗ് എമർജൻസി ഹെൽപ്പ് ബിഫോർ മെഡിക്കൽ ഹെൽപ്പ് ഈസ് അവൈലബിൾ. വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് മുൻപ് അടിയന്തര സഹായം ലഭിക്കുന്നു. ബൂസ്റ്റ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ? പ്രഥമ ശുശ്രൂഷകന്റെ കടമകൾ എന്തൊക്കെയാണ്? കൺസോൾ ദ ആക്സിഡന്റ് വിക്ടിം. അപകടത്തിൽപ്പെട്ടയാളെ ആശ്വസിപ്പിക്കാം. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് അറ്റ് ദ ഏർലിയസ്റ്റ്. ആവശ്യമെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കാം. അണ്ടർസ്റ്റാൻഡ് ദ സിവിയറിറ്റി ഓഫ് ദ ഇഞ്ചുറി ആൻഡ് ആക്ട്. പരിക്കിന്റെ തീവ്രത മനസ്സിലാക്കി പ്രവർത്തിക്കാം. ഗിവ് കറേജ്.
ധൈര്യം നൽകാം. പ്രിവെന്റ് ഇൻഫെക്ഷൻ, അണുബാധ തടയാം. വോൺസ്, മുറിവുകൾ. വാട്ട് ഡു വി ഡു ഇഫ് ദർ എനി ഫോറിൻ ഒബ്ജക്ട്സ് lodged in the wound? മുറിവിനുള്ളിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഇരിപ്പുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? റിമൂവ് ദം ഓർ വൈപ്പ് ദം അവേ വിത്ത് എ ക്ലീൻ ക്ലോത്ത്. അവ എടുത്തു കളയുകയോ വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചു മാറ്റുകയോ ചെയ്യാം. വാട്ട് ആർ ദ തിങ്സ് എ ഫസ്റ്റ് എയ്ഡർ ഷുഡ് ഡു? പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ട്രൈ ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ്. രക്തസ്രാവം തടയാൻ ശ്രമിക്കണം. ദ ബ്ലീഡിംഗ് ഏരിയ ഷുഡ് ബി എലവേറ്റഡ്. രക്തസ്രാവം ഉണ്ടാകുന്ന ഭാഗം ഉയർത്തിപ്പിടിക്കണം. ദ ഇൻജേർഡ് ഏരിയ ഷുഡ് ബി പ്രസ്ഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത്. മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കണം. ട്രൈ ടു ഗിവ് ദ പേഷ്യന്റ് ആസ് മച്ച് കംഫർട്ട് ആസ് പോസിബിൾ. രോഗിക്ക് കഴിയുന്നത്ര ആശ്വാസം നൽകാൻ ശ്രമിക്കണം. വാട്ട് ആർ ദ തിങ്സ് എ ഫസ്റ്റ് എയ്ഡർ ഷുഡ് നോട്ട് ഡു? പ്രഥമ ശുശ്രൂഷകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് പെർഫോം ഫസ്റ്റ് എയ്ഡ് വിതൗട്ട് ക്ലീനിങ് ഹാൻഡ്സ്. കൈകൾ വൃത്തിയാക്കാതെ പ്രഥമ ശുശ്രൂഷ ചെയ്യരുത്. ഡു നോട്ട് അഡ്മിനിസ്റ്റർ ട്രീറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് പ്രിസ്ക്രൈബ്ഡ് ബൈ എ ഡോക്ടർ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാത്ത ചികിത്സകൾ നൽകരുത്. ഡു നോട്ട് ടോക്ക് ഓർ ആക്ട് ഇൻ എ വേ ദാറ്റ് ഫ്രൈറ്റൻസ് ദ പേഷ്യന്റ്. രോഗിയെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ദ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ കീപ് ഹിസ് ഹാൻഡ്സ് ക്ലീൻ? പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നയാൾ കൈകൾ വൃത്തിയായി കഴുകിയിരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? Our hands might carry germs. If hands are left uncleaned, then these microbes might get entry into the wounds and scratches during giving first aid and cause infections. നമ്മുടെ കൈകൾ രോഗാണുക്കളെ വഹിച്ചേക്കാം. കൈകൾ വൃത്തിയാക്കാതിരുന്നാൽ ഈ സൂക്ഷ്മാണുക്കൾ മുറിവുകളിലേക്കും പോറലുകളിലേക്കും പ്രവേശിക്കുകയും അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. നോസ് ബ്ലീഡ്, മൂക്കിൽ നിന്നും രക്തം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഫ് ദ നോസ് ബ്ലീഡ്സ്, then why is the person made to lean forward? മൂക്കിൽ നിന്നും രക്തം വന്നാൽ എന്തിനാണ് ആ വ്യക്തിയെ മുന്നോട്ട് ചായ്ച്ചിരുത്തുന്നത്? The person can avoid the situation of blood entering the trachea. വ്യക്തിയുടെ ശ്വാസനാളത്തിലേക്ക് രക്തം കടന്നു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് ചായ്ച്ച് ഇരുത്തുന്നത്. If the nose bleeds, then why is to hold the tip of the nose of the person with thumb and forefinger? മൂക്കിൽ നിന്നും രക്തം വന്നാൽ എന്തിനാണ് തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ആ വ്യക്തിയുടെ മൂക്കിന്റെ അഗ്രഭാഗം അമർത്തിപ്പിടിക്കുന്നത്? To prevent blood clots and loss of more blood. രക്തം കട്ട പിടിക്കാനും കൂടുതൽ രക്തം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. If the nose bleeds, then why is asking the person to breathe through the mouth? മൂക്കിൽ നിന്നും രക്തം വരുമ്പോൾ എന്തിനാണ് ആ വ്യക്തിയോട് വായിലൂടെ ശ്വസിക്കാൻ നിർദ്ദേശിക്കുന്നത്? The tissues of the nose do not move too much. മൂക്കിലെ കോശങ്ങൾക്കും കലകൾക്കും കൂടുതൽ അനക്കം തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. A mole in the eye. കണ്ണിൽ പൊടി വീണാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. Why should you not rub the eye when dust falls into it? കണ്ണിൽ പൊടി വീണാൽ കണ്ണു തിരുമ്മരുതെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണത്? It can cause punctures or scratches to the parts of the eye that help with vision. This can affect the eyesight. കണ്ണ് ശക്തമായി തിരുമ്മുമ്പോൾ കണ്ണിലെ കാഴ്ചയെ സഹായിക്കുന്ന ഭാഗങ്ങളിൽ കുത്തിക്കൊള്ളുകയോ അവിടെ പോറലേൽപ്പിക്കുകയോ ചെയ്യും. ഇത് കാഴ്ചശക്തിയെ ബാധിക്കാൻ ഇടയാക്കും. How can the speck of the dust in the eye be removed? കണ്ണിൽ പൊടി വീണാൽ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? Rinse the eye with clean cold water. തണുത്ത ശുദ്ധജലം കണ്ണിൽ ധാരധാരയായി ഒഴിച്ച് പൊടി കഴുകിക്കളയുക. റിമൂവ് ദ സ്പെക്ക് ഓഫ് ഡസ്റ്റ് വിത്ത് ദ ടിപ്പ് ഓഫ് എ വെറ്റ് കർച്ചീഫ്. നനഞ്ഞ തൂവാലയുടെ അറ്റം കൊണ്ട് പൊടി എടുക്കാൻ ശ്രമിക്കുക. പാർട്ടിക്കിൾസ് ദാറ്റ് ഗെറ്റ് ഇൻടു ദ ഐ ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ് ഔട്ട്. കണ്ണിൽ തറച്ചു കയറിയ സാധനങ്ങൾ നാം തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. റിമൂവ്ഡ് ഓൺലി വിത്ത് മെഡിക്കൽ അസിസ്റ്റൻസ് ഇഫ് കോംപ്ലിക്കേറ്റഡ്. പ്രയാസകരമാവുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. നെക്സ്റ്റ് വൺ, സ്പ്രെയിൻ, ഉളുക്ക്. ഹൗ ഡു സ്പ്രെയിൻസ് ഒക്വർ? എങ്ങനെയെല്ലാമാണ് ഉളുക്ക് സംഭവിക്കുന്നത്?
ആക്സിഡന്റ് occurs while playing or going downstairs. കളിക്കുമ്പോഴോ പടികൾ ഇറങ്ങുമ്പോഴോ സംഭവിക്കുന്ന അപകടങ്ങൾ. When falling or hitting hard objects, വീഴുകയോ കടുപ്പമുള്ള വസ്തുക്കളിൽ തട്ടുകയോ ചെയ്യുമ്പോൾ. When the arms and legs are not rotated properly, കൈകാലുകൾ ശരിയായ രീതിയിൽ അല്ലാതെ തിരിക്കുമ്പോൾ. What are the most common areas where sprains occur? ഉളുക്ക് സാധാരണയായി സംഭവിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? നീ കാൽമുട്ട്, ആങ്കിൾ കണങ്കാൽ, റിസ്റ്റ് മണിബന്ധം. വാട്ട് ആർ ദ മെയിൻ സിംറ്റംസ് ഓഫ് എ സ്പ്രെയിൻ? ഉളുക്കിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? സ്വെല്ലിംഗ് നീർക്കെട്ട്, പെയിൻ വേദന, ഇമ്മൊബിലിറ്റി ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഹെവിനെസ് ഭാരം അനുഭവപ്പെടൽ. വാട്ട് ടു ഡു ഇഫ് യു ഗെറ്റ് എ സ്പ്രെയിൻ? ഉളുക്ക് പറ്റിയാൽ എന്താണ് ചെയ്യുക? ഹോൾഡ് ദ സ്പ്രെയിൻഡ് പാർട്ട് ഹൈ വിതൗട്ട് മൂവിംഗ്. ഉളുക്കിയ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കുക. പ്ലേസ് ആൻ ഐസ് പാക്ക് ടു റെഡ്യൂസ് പെയിൻ. വേദന കുറയാൻ ഐസ് പാക്ക് വെക്കുക. ഐസ് പാക്ക് എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? A plastic cover with ice pieces and water wrapped by a clean piece of cloth can be used as an ice pack. ഒരു പ്ലാസ്റ്റിക് കൂടിൽ ഐസ് ഇട്ട ശേഷം വെള്ളം ചേർത്ത് അതിനു മുകളിൽ വൃത്തിയുള്ള തുണി പൊതിഞ്ഞാൽ അത് ഐസ് പാക്കായി ഉപയോഗിക്കാം. ഫസ്റ്റ് എയ്ഡ് ഫോർ സ്പ്രെയിൻ. ഉളുക്ക് പറ്റിയാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡു നോട്ട് മൂവ് ദ സ്പ്രെയിൻഡ് പാർട്ട്. ഉളുക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കരുത്. ഡോണ്ട് വാക്ക് അറ്റ് ആൾ ഇഫ് യു ഹാവ് എ സ്പ്രെയിൻഡ് ലെഗ്. കാലിൽ ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കരുത്. Do not pour hot water or apply hot oil on the sprain. Doing so may increase swelling and pain. ഉളുക്ക് പറ്റിയ ഭാഗത്ത് ചൂടുവെള്ളം ഒഴിക്കുകയോ ചൂടുള്ള എണ്ണ പുരട്ടുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നീർവീക്കവും വേദനയും കൂടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ബ്രൂസ് ചതവ്. ഹൗ ഡസ് ബ്രൂസിംഗ് occur? എങ്ങനെയെല്ലാമാണ് ചതവ് സംഭവിക്കുന്നത്? When heavy objects fall on the body, ഭാരമുള്ള വസ്തുക്കൾ ദേഹത്ത് വീഴുമ്പോൾ. When we fall somewhere, നാം എവിടെയെങ്കിലും മറിഞ്ഞു വീഴുമ്പോൾ. What first aid can be provided for a bruise? ചതവിന് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടത്? Place a wet piece of cloth or an ice pack on the bruised area to avoid pain or swelling. വേദനയും നീർക്കെട്ടും ഒഴിവാക്കാൻ തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കാം. ഡു നോട്ട് അപ്ലൈ ഹീറ്റ് ഓർ മസാജ് ദ ബ്രൂസ്ഡ് ഏരിയ. ചതവ് പറ്റിയ ഭാഗത്ത് ചൂട് പിടിപ്പിക്കുകയോ തിരുമ്മുകയോ ചെയ്യരുത്. നെക്സ്റ്റ് വൺ, ഫെയിന്റിംഗ് ബോധക്ഷയം. വാട്ട് കോസസ് ഫെയിന്റിംഗ്? എന്തുകൊണ്ടാണ് ബോധക്ഷയം സംഭവിക്കുന്നത്? ഫെയിന്റിംഗ് is an unconsciousness caused by a sudden drop in blood pressure. The most likely cause of this sudden drop will either be some change in the blood vessels or the heartbeat itself. രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുന്നത് മൂലമുണ്ടാകുന്ന അബോധാവസ്ഥയാണ് ബോധക്ഷയം. ഈ പെട്ടെന്നുള്ള കുറവിന് കാരണം ഒന്നുകിൽ രക്തക്കുഴലുകളിലോ അല്ലെങ്കിൽ ഹൃദയമിടിപ്പിലോ ഉള്ള ചില മാറ്റങ്ങൾ കൊണ്ടാണ്. What first aid can be provided for fainting? ബോധക്ഷയത്തിന് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടത്? Arrange to lie down. കിടത്താൻ സൗകര്യമൊരുക്കണം. The leg should be raised after lying down. കിടത്തിയ ശേഷം കാൽ ഉയർത്തി വെക്കണം. Care should be taken to keep the head down. തല താഴ്ന്നിരിക്കാൻ ശ്രദ്ധിക്കണം. If wearing tight clothing, loosen it. ഇറുകിയ വസ്ത്രങ്ങളാണ് ധരിച്ചതെങ്കിൽ അയച്ചിടാൻ ശ്രദ്ധിക്കണം. Ensure fresh air by avoiding to crowd around the person. ചുറ്റും ആളുകൾ കൂടി നിൽക്കാതെ ശുദ്ധവായു ലഭ്യമാക്കണം. സ്പ്ലാഷ് വാട്ടർ ഓൺ ദ ഫേസ്. മുഖത്ത് വെള്ളം തളിച്ചു കൊടുക്കുക. സ്പ്രെഡ് വിത്ത് ന്യൂസ് പേപ്പർ. വിഷറി പത്രം ഉപയോഗിച്ച് വീശിക്കൊടുക്കുക. നെക്സ്റ്റ് വൺ, ഫ്രാക്ചർ അസ്ഥിഭംഗം. ഹൗ ഡസ് ഫ്രാക്ചേഴ്സ് occurs? എങ്ങനെയെല്ലാമാണ് അസ്ഥിഭംഗം സംഭവിക്കുന്നത്? ഫാൾ ഫ്രം എ ഹൈറ്റ്. ഉയരത്തിൽ നിന്ന് വീഴുക. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ്. മോട്ടോർ വാഹന അപകടങ്ങൾ. ബൈ റണ്ണിംഗ് ക്യാൻ കോസ് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഓൺ ദ ഫുട്ട്, ആങ്കിൾ ആൻഡ് ഹിപ്പ്. ഓട്ടം മൂലം കാൽ, കണങ്കാൽ, ഇടുപ്പ് എന്നിവയുടെ സമ്മർദ്ദമായ ഒടിവുകൾ. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി പ്രൊവൈഡഡ് ഫോർ എ ഫ്രാക്ചർ? അസ്ഥിഭംഗത്തിന് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷകളാണ് നൽകേണ്ടത്? ട്രൈ നോട്ട് ടു മൂവ് ദ ഇഞ്ചേർഡ് ആം ഓർ ലെഗ്.
പരിക്കേറ്റ കയ്യോ കാലോ ചലിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ജെന്റ്ലി ടേക്ക് ക്ലോത്തിങ് ഓഫ് ദ ഇഞ്ചേർഡ് ഏരിയ. പരിക്കേറ്റ ഭാഗത്തു നിന്ന് വസ്ത്രങ്ങൾ സൗമ്യമായി എടുക്കുക. കീപ് ദ ഇഞ്ചേർഡ് ലിംബ് ഇൻ ദ പൊസിഷൻ യു ഫൈൻഡ് ഇറ്റ്. പരിക്കേറ്റ അവയവം നിങ്ങൾ കണ്ട സ്ഥാനത്ത് തന്നെ വെക്കുക. ടേക്ക് കെയർ ടു പ്രിവെന്റ് ബ്ലീഡിംഗ് ആൻഡ് ജെംസ് ഫ്രം എൻറ്ററിംഗ് ദ വൗണ്ട്. രക്തപ്രവാഹം തടയാനും മുറിവിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഷിഫ്റ്റ് ദ ഫ്രാക്ചേർഡ് പേഴ്സൺ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫ്രാക്ചേർഡ് പാർട്ട് ഇൻടാക്ട്. ഒടിഞ്ഞ ഭാഗം ഇളകാൻ അനുവദിക്കാതെ സംരക്ഷണം നൽകിയ ശേഷമേ അപകടത്തിൽപ്പെട്ട ആളെ മാറ്റാവൂ. Put a simple splint on the broken area if you have one. കൈവശമുണ്ടെങ്കിൽ പരിക്കേറ്റ ഭാഗത്ത് ഒരു ലളിതമായ സ്പ്ലിന്റ് ഇടുക. ഗെറ്റ് മെഡിക്കൽ കെയർ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് വൈദ്യസഹായം തേടുക. ഡോണ്ട് ലെറ്റ് ദ പേഴ്സൺ ഈറ്റ് ഓർ ഡ്രിങ്ക് ഇൻ കേസ് ദേ നീഡ് സർജറി. വ്യക്തിക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ അനുവദിക്കരുത്. സ്പ്ലിന്റ് എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? While dressing the fractured part, a splint is used to prevent the movement of joints above and below the fractured bone. A normal ruler, thin piece of wood, cardboard, etc. can be used for this. എല്ലൊടിഞ്ഞ ഭാഗം കെട്ടുമ്പോൾ ഒടിഞ്ഞ ഭാഗത്തിന് മുകളിലും താഴെയുമുള്ള സന്ധികൾ അനങ്ങാതിരിക്കാനാണ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത്. സാധാരണ സ്കെയിൽ, കനം കുറഞ്ഞ മരക്കഷ്ണം, കാർഡ്ബോർഡ് തുടങ്ങിയവ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. One question: Why do we press the wound tightly when it bleeds excessively? എന്തിനാണ് അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത്? To reduce bleeding. അതിന്റെ രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയാണ്. Stay tuned for the next part. Thanks for watching. If you like this video, please do subscribe and share.